വിവാഹാനന്തരം അയോധ്യയിലേക്കുള്ള യാത്രയിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചാണ് നടന്നിരുന്നത്. ഭരതനും ശത്രുഘ്നനും എപ്പോഴും സ്വാമിയും സേവകനും എന്ന ഭാവത്തോടെ ജീവിച്ചു പോന്നു. വാത്മീകി മഹർഷി തന്റെ കാവ്യരചനയ്ക്ക് ശേഷം ഈ കവിത ലവ കുശ എന്നു പേരുള്ള 2 കുട്ടികളെ പഠിപ്പിക്കുകയും അവർ അത് ദേശാന്തരങ്ങൾ തോറും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ശ്രീരാമന്റെ സാക്ഷാൽ അയോധ്യയിൽ തന്നെ ചെന്ന് ഈ കവിത അവർ ആലപിക്കുകയും ചെയ്യുന്നു. ഈ കവിതയിൽ ശ്രീരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ അവിടെ ആലപിക്കുന്നതും വാത്മീകി മഹർഷി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും. ആ കഥകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ ഒഴികെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈ രാക്ഷസൻ ബ്രഹ്മാവിന്റെ വരബലത്താൽ ആധിപത്യം നേടിയെടുത്തു. ദേവന്മാരുടെ അതിതീവ്രമായ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകുന്നു. വിഷ്ണു ദശരഥന്റെ പുത്രനായി ജനിക്കാൻ തീരുമാനിച്ചു. വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടിയാഗം ആരംഭിച്ചു. യാഗാനന്തരം ഹോമാഗ്നിയിൽ നിന്ന് വഹ്നിദേവൻ പ്രത്യക്ഷനായി പായസം ദശരഥ മഹാരാജാവിന് നൽകുകയും ചെയ്തു. അദ്ദേഹം തന്റെ ഭാര്യയായ കൗസല്യ, കൈകേയി എന്നിവർക്ക് പായസം പകുത്തു നൽകി. തനിക്ക് ലഭിച്ചതിന്റെ ഒരു ഭാഗം കൗസല്യ സുമിത്രയ്ക്ക് സന്തോഷപൂർവ്വം നൽകി. ഇത് കണ്ട് കൈകേയിയും ഈ പ്രവൃത്തി ആവർത്തിച്ചു. 5 ഗ്രഹങ്ങളും ഉദിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു കൗസല്യയിൽ ശ്രീരാമന്റെ ജനനം. തുടർന്ന് കൈകേയിയിൽ ഭരതനും പിറ്റേ ദിവസം സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും പിറവിയെടുത്തു. കൗസല്യയ്ക്ക് മുമ്പിൽ രാത്രിയിൽ അത്യുജ്വല തേജസ്സോടെ മഹാവിഷ്ണു പ്രത്യക്ഷനായി. തനിക്ക് മകനായി പിറന്ന വിഷ്ണുവിനെ കൗസല്യ ഭക്ത്യാദരപൂർവം സ്തുതിച്ചു തുടങ്ങി. കുട്ടികൾ വളർന്നു. ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചാണ് നടന്നിരുന്നത്. ഭരതനും ശത്രുഘ്നനും എപ്പോഴും സ്വാമിയും സേവകനും എന്ന ഭാവത്തോടെ ജീവിച്ചു പോന്നു. യാഗാനന്തരം ലഭിച്ച പായസത്തിന്റെ അംശബന്ധം അനുസരിച്ചായിരുന്നു അവരുടെ ജീവിതക്രമം. ഇതേ സമയം തന്നെ ലക്ഷ്മി ദേവി മിഥിലയിൽ ജനക മഹാരാജാവിന്റെ വളർത്തുമകളായി വളരുന്നുണ്ടായിരുന്നു. വിശ്വാമിത്രൻ യാഗം നടത്തുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ യാഗം മുടക്കുവാൻ സുബാഹു, മാരീചൻ എന്നീ രാക്ഷസന്മാർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വിശ്വാമിത്രൻ വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിലെത്തിയത്. മുനി തന്റെ ദുരവസ്ഥ രാജാവിനെ ധരിപ്പിച്ചു. ശേഷം രാമലക്ഷ്മണന്മാരെ തന്റെ കൂടെ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ധർമ്മസങ്കടത്തിലായ രാജാവ് കുട്ടികളെ മുനിയോടൊപ്പം പറഞ്ഞുവിട്ടു. വിശ്വാമിത്രനും കുട്ടികളും കുറച്ചു ദൂരം പിന്നിട്ട ശേഷം ഒരു കാട്ടിൽ പ്രവേശിച്ചു. സഞ്ചരിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ ബല, അതിബല എന്നീ മന്ത്രങ്ങൾ ഉപദേശിച്ചു. ഈ കാട്ടിൽ ഒരു രാക്ഷസി താമസിക്കുന്നുണ്ടെന്നും അവളെ ഭയന്ന് ആരും ഇതുവഴി പോകാറില്ലെന്നും അവൾ താമസിക്കുന്നത് കൊണ്ട് താടകാവനം എന്നാണ് ഈ വനം അറിയപ്പെടുന്നതെന്നും മുനി കുട്ടികളെ ഓർമ്മിപ്പിച്ചു. അധികം വൈകാതെ രാമൻ തന്റെ അമ്പുകൊണ്ട് താടകയെ വധിച്ചു. ശേഷം ആശ്രമത്തിലെത്തി വിശ്വാമിത്രനോട് യാഗം ആരംഭിക്കാനും ആവശ്യപ്പെട്ടു. യാഗം നടന്നുകൊണ്ടിരിക്കവേ ആകാശത്തുനിന്ന് രക്തവും മാംസവും മലിനവസ്തുക്കളും ഹോമത്തിലേക്ക് വന്നു വീഴാൻ തുടങ്ങി. സുബാഹുവിനെ രാമൻ കൊല്ലുകയും ചെയ്തു. ഇത് കണ്ട് മാരീചൻ ഭയന്നോടുകയും രാമബാണം മാരീചനെ പിന്തുടരുകയും ചെയ്തു. ഗതിയില്ലാതെ മാരീചൻ രാമപാദത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ രാമബാണം അവനെ വിട്ടൊഴിഞ്ഞു. അന്നു മുതൽ മാരീചൻ രാമഭക്തിയിൽ കഴിയാൻ ആരംഭിച്ചു. അങ്ങനെ മുനി തന്റെ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു.
അവർ മിഥിലയിലെ രാജാവ് നടത്തുന്ന സ്വയംവരത്തെക്കുറിച്ചറിഞ്ഞ് അവിടേക്ക് പുറപ്പെട്ടു. അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ ജനകൻ ആദരവോടെ സ്വീകരിച്ചു. മഹേശ്വര ചാപത്തെക്കുറിച്ച് വിവരിക്കുകയും ആ ചാപം മുറിക്കുന്നവന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വയംവരത്തിനു വന്നവരെ സാക്ഷിയാക്കി ശ്രീരാമൻ ശൈവചാപം എടുത്തുയർത്തുകയും ഞാണിൽ ചരട് കെട്ടി വില്ലുകുലച്ച് ശൈവചാപം ഖണ്ഡിക്കുകയും ചെയ്തു. ജനകൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ദശരഥനും പരിവാരങ്ങളും മിഥിലയിലെത്തുകയും രാമൻ സീതയെയും ഭരതൻ മാണ്ഡവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്യുകയും ചെയ്തു. ഇവർ സീതയുടെ സഹോദരിമാരും ജനകന്റെ സഹോദരൻ കൃഷധ്വജന്റെ പുത്രിമാരുമാണ്. വിവാഹാനന്തരം അയോധ്യയിലേക്കുള്ള യാത്രയിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. പരശുധാരിയായ ജമദഗ്നിപുത്രൻ പരശുരാമൻ രഥം തടയുകയും രാമനെ വെല്ലുവിളിക്കുകയും ചെയ്തു. രാമൻ സ്വന്തം രൂപം പരശുരാമനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പരശുരാമൻ തന്റെ ശക്തികൾ ശ്രീരാമന് നൽകി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഇതുവരെ ബാലകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നു.